അസ്സലാമലൈക്കും ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാട്ടോ. ഇന്ന് വീക്കെൻഡ് അല്ലേ, അപ്പോൾ നമ്മളൊരു ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്കൊരു ഷോപ്പിംഗ് വ്ളോഗ് കാണാം. ജിലു ബേബിയും അബ്ബയും കൂടിയിട്ട് പുറത്തേക്ക് പോയി, ഒരു കാർക്ക് പോയി, ഞാൻ റെഡി ആയിട്ട് ഇറങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ഷോപ്പിങ്ങിന് പോവാം. അപ്പോൾ ഞാൻ വീട് കൂട്ടിയിട്ട് ഇറങ്ങുകയാണ്. ഇന്ന് കുറച്ച് ഷോപ്പിങ്, പിന്നെ നാട്ടിൻ്റെ അമ്മക്ക് കുറച്ച് കൊറിയർ അയക്കാനുണ്ട്, കാർഗോ അയക്കാനുണ്ട്. അത് അങ്ങനെ പോവാണ്. ജിലു ബേബി അബിന്ന് എന്താ അറിയില്ല കേട്ടോ. വില്ലൻ്റെ ഇവിടെയൊക്കെ ഫുള്ള് ഇരുട്ടാണ്. സാധാരണ ലൈറ്റ് ഉണ്ടാവാറുണ്ട്, എന്തോ സംഭവിച്ചിട്ടുണ്ട്. യെസ്. അപ്പോൾ ഞങ്ങൾ കാറിൽ കയറി പോവാണ്. ഇവിടെ കുട്ടികളെ കൊണ്ട് ഫ്രണ്ടിലിരിക്കാൻ പറ്റില്ല, അത് ഭയങ്കര ഒരു ഇതാട്ടോ. ബിക്കോസ് നമുക്ക് കാണാനൊന്നും പറ്റുന്നില്ല. ഒപ്പം നമ്മൾ പോകുമ്പോൾ ഒരു ഇതില്ലാത്ത മാതിരി നമ്മളിങ്ങനെ ഒറ്റക്ക് സീരിയനായിട്ട് ബാക്കി ഇരിക്കുമ്പോൾ എന്താ പറയുക. നമ്മൾ ഇവിടെ മുകളിലെത്തി. ഞങ്ങളിവിടെ ഉസ്താൻ്റെ ഹോസ്പിറ്റലിൻ്റെ ബാക്കിലുള്ള മദീന, ഡിസ്കോ മദീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട്, മോളുണ്ട്. അവിടേക്കാട്ടോ ഞങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിൽ. ജിലു ബേബി ഓൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ട്. ജിലു അതാ ജിലുവിൻ്റെ അബ്ബ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ കണ്ടത് മൊത്തം വാരിയിടും. എന്തൊക്കെ കണ്ടോ അതൊക്കെ മൂപ്പര് വാരിയിടും. ആക്ച്വലി ഞങ്ങൾക്ക് മറ്റന്നാൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലേ, നോമ്പ് വർത്തിക്കലുണ്ട്. അതിനാണ് ഇപ്പോൾ സാധനം മേടിക്കാവുന്നത്. ഒരു 5-6 സാധനം മേടിക്കാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഈ ആളായിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ 5-6 എന്നുള്ളത് നമുക്കൊരു 10 സാധനമാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഗൈസ് ഞാൻ പർച്ചേസ് ചെയ്യട്ടെ. ഇനിയിപ്പോൾ എൻ്റെ സെക്ഷനാണ്. ഇവിടെ മാത്രം മൂപ്പര് കൈയടത്താറില്ല. ഞാൻ പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് അങ്ങനെ നമ്മളെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അത് അത്രയും സാധനങ്ങളാട്ടോ നമ്മൾ വാങ്ങിച്ചത്. ഈ ജിലു ബേബിക്കുള്ള കുറച്ച് ഐറ്റംസ് വാങ്ങിക്കാനുണ്ട്. ഇത് നമ്മളെ മെയിൻ സെക്ഷനാണ്. മിഠായി ഇവിടുന്ന് എന്തെങ്കിലും എടുത്തിട്ടില്ല, അതിൻ്റെയൊക്കെ ഒരു സമാധാനം ഉണ്ടാവും. ഞാനിങ്ങനെ നോക്കട്ടോ ഏതെടുക്കും എന്നൊക്കെ. എന്നിട്ട് ഞാൻ പിന്നെ ജിലു ബേബിയുടെ സാധനം മേടിക്കാൻ വേണ്ടി പോയി. അവിടുന്ന് ഞാൻ ഒരു ഗാലക്സിയോ അങ്ങനെ എന്തോന്ന് ജസ്റ്റ് എടുത്ത് കൈ പിടിച്ചിട്ട് വേഗം, ഓൾറെഡി ലേറ്റ് ആയിരുന്നു ബിക്കോസ് നാളെ ഡ്യൂട്ടിയുള്ള കാരണം ലേറ്റ് ആയിരുന്നു. അപ്പം ഞാൻ അവിടെ നിന്ന് തിരിഞ്ഞാൽ ചീത്തയൊക്കെ അറിയാവുന്നതുകൊണ്ട് ഞാൻ വേഗം ഒന്നെടുത്ത് കൈ പിടിച്ചിട്ട് ജിലു ബേബിയുടെ സാധനം മേടിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അതിങ്ങനെ തിരഞ്ഞുകൊണ്ടിരിക്കട്ടാ ജിലു ബേബിയുടെ അത്. അപ്പോൾ അത് ഏത് സെക്ഷനാണെന്ന് കാണില്ല, കാരണം ഞാൻ ഇവിടുന്ന് അങ്ങനെ മോൻ്റെ സാധനങ്ങൾ ഇതുവരെ മേടിച്ചിട്ടില്ല. അപ്പോൾ എനിക്ക് ട്രെൻഡിയോന്ന് ഞാൻ മസ്റ്റലിൻ്റെ ബോഡി വാഷ് ഓർഡർ ആക്കിയിരിക്കണം. പക്ഷെ അത് കിട്ടാൻ കുറച്ച് ലേറ്റ് ആവും. അത് കാരണം ഞാൻ സെബാമിൻ്റെ തന്നെ എടുക്കാൻ വെച്ചു. അപ്പോഴാണ് ഞാൻ ഇൻ്റെ എണ്ണയുടെ കാര്യം പറഞ്ഞത്. അപ്പോൾ ഞാൻ ഇൻ്റെ എണ്ണ എടുത്തു. എന്നിട്ട് ഞാൻ അഗെയിൻ ജിലു ബേബിയുടെ ഭാഗത്തും തിരയാണ്, ഒന്നും കാണുന്നില്ലേ അങ്ങനെ. അപ്പോൾ ജിലു ബേബി അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നടന്നു നോക്കുകയാണ്. ഇവിടെ ആൾക്കാരൊക്കെ ഉള്ള കാരണമൊക്കെ ഒരു നാണക്കെടാവും കേട്ടോ. ആദ്യമായിട്ടല്ലേ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതാണ് ജിലു ബേബിയുടെ ഇതെടുത്ത് ഞാൻ ജിലു ബേബിക്ക്. അപ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ, ഇത് തന്നെ മതിയോ, വേറെ എടുക്കണോ എന്നൊക്കെ. ചെറുതെടുക്കണോ, ഇതെടുക്കണോ, അതിനേക്കാളും വലുതെടുക്കണോ, അതിനേക്കാളും വലുതുണ്ടോ എന്നൊക്കെ അറിയില്ല. അതിന് ഞാൻ അവിടെ കണ്ടില്ല. ഹിമാലയും ജോൺസൺസും പിന്നെ എന്താ കുട്ടികളുടെ വാസ്ലീനൊക്കെ ഉണ്ട് അവിടെ. ഒന്നും ഞാൻ എടുത്തില്ല കേട്ടോ. ഈ ജോൺസൺസിൻ്റെ ഈ ഓയിൽ ഞാൻ യൂസ് ചെയ്യലുണ്ട്, നല്ലതാണ് നമ്മളെ സ്കിന്നിന്. ഞാൻ യൂസ് ചെയ്യലുണ്ട് അത് എപ്പോഴും. നൈറ്റൊക്കെ എടുക്കുമ്പോൾ മുഖത്തേക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കലുണ്ട്. അപ്പോൾ
നല്ല വൈകാത്ത വേണ്ടി തിന്നാൻ ഇതൊക്കെ കാണുമ്പോഴേ വായിൽ വെള്ളം വരുന്നത്. വാങ്ങിച്ച് കുറച്ച് പക്ഷെ ഇതൊന്നും എൻ്റെ കെട്ടിയാണ് എനിക്ക് മേടിച്ച് തരുമോ എന്ന് ഇഷ്ടമല്ല. പക്ഷേ എനിക്ക് ഇഷ്ടമെന്ന് പറയുമ്പോൾ ഫുഡ് കഴിച്ചില്ല കേട്ടോ. ഞാൻ നമ്മൾ തന്നത് നമ്മളെ കോഴിക്കോട് തിരിയത്തെ മറ്റേ സോറി ഞങ്ങൾ റൂമിൽ പോയി. ഓക്കെ ഗായ്സ്, ബൈ, അസ്സലാമു അലൈക്കും.